രാഹുൽ മാങ്കൂട്ടത്തലിനെ വീണ്ടും പാലക്കാട് എത്തിക്കാൻ ഷാഫി പറമ്പലിന്റെ നേതൃത്വത്തിൽ എ ഗ്രൂപ്പ് യോഗം. KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രന്റെ വീട്ടിലായിരുന്നു യോഗം. ഗൂഗിൾ VS ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ഗൂഗിൾ, നമുക്കറിയാം കഴിഞ്ഞ 9 ദിവസമായിട്ട് രാഹുൽ മാങ്കൂട്ടം മണ്ഡലത്തിലില്ല, അടൂരിലെ സ്വന്തം വീട്ടിലാണ്. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ പുറത്താക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ലേബലിലോ കോൺഗ്രസിന്റെ പരിപാടിക്കോ വിളിക്കാൻ പറ്റില്ല. വിളിച്ചാൽ വലിയ വിമർശനം വരും. ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കുകയാണ് എങ്കിൽ ശക്തമായ പ്രതിഷേധവും നേരിടേണ്ടി വരും. അപ്പോൾ പിന്നെ എങ്ങനെ പാലക്കാടേക്ക് വീണ്ടും രാഹുലിനെ ഇറക്കുക എന്നുള്ളതാണ് പ്ലാൻ. കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ അവർ പ്രാഥമികമായി ചിന്തിക്കുന്നത് ഇത്തരത്തിൽ പല ക്ലബ്ബുകൾ, സന്നദ്ധ സംഘടനകൾ, അങ്ങനെ പല പാർട്ടിയുടേതല്ലാത്ത എന്നാൽ കോൺഗ്രസ് അനുഭാവികളുടേതായിട്ടുള്ള ഷാഫിയോട് ചേർന്ന് നിൽക്കുന്ന അങ്ങനെയുള്ള ആളുകളുടെ പരിപാടികളിലേക്ക് രാഹുലിനെ കൊണ്ടുവരിക, അവിടെ ആ സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നിലവിൽ പ്ലാൻ ചെയ്യുന്നത്. അതായത് ഈ കോൺഗ്രസിൻ്റെ പരിപാടിയിൽ രാഹുലിന് പങ്കെടുക്കാൻ കഴിയില്ല, ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം തന്നെ മറികടക്കാൻ കഴിയുന്ന ഒരു പ്ലാനാണ് ഇപ്പോൾ എ ഗ്രൂപ്പിലെ ഷാഫി അനുകൂലികൾ തയ്യാറാക്കിയിട്ടുള്ളത്. അതായത് രാഹുലിനെ നേരത്തെ തന്നെ പിന്തുണയ്ക്കുന്ന, രാഹുലിനൊപ്പം നിൽക്കുന്ന ആളുകളാണ് ഈ യോഗം ചേരുകയും അവർ മാത്തൂരിലെയും പ്രായരിയിലെയും അതോടൊപ്പം തന്നെ പാലക്കാട് നഗരത്തിലും ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ ക്ലബ്ബുകളുടെയും സന്നദ്ധ സംഘടനകൾ അത്തരത്തിലുള്ള പാർട്ടിയുമായി ബന്ധമില്ലാത്ത എന്നാൽ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കുക, അവിടേക്ക് രാഹുലിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത്. സ്വാഭാവികമായും രാഹുൽ വരുമ്പോൾ വലിയ പ്രതിഷേധം ഉണ്ടാവും. ആ പ്രതിഷേധങ്ങളിലും തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം ചേർന്ന ഗ്രൂപ്പ് യോഗത്തിൽ തീരുമാനമായിട്ടുള്ളത്. അല്ലെങ്കിൽ ആ രീതിയിലാണ് തീരുമാനിക്കുന്നത്. ഏതായാലും അധികം വൈകാതെ ഒരാഴ്ചയ്ക്കപ്പുറം രാഹുലിനെ ഇവിടേക്ക് കൊണ്ടുവരാനാണ് തീരുമാനം. അധികം നാൾ ഈ അവിടെ ഇപ്പോൾ ഓണക്കാലം വരികയാണ്. ഓണത്തിന് ഇപ്പോൾ അദ്ദേഹം അവിടുത്തെ MLA ആണ്. സ്വാഭാവികമായിട്ടും ഈ വിവിധ ഓണപരിപാടികളുടെ ഒക്കെ പരിപാടിയിൽ പങ്കെടുക്കേണ്ടി വരും. MLA മാർക്ക് എല്ലായിടത്തും, ഒരുപാട് സാംസ്കാരിക സംഘടനകൾ എല്ലായിടത്തും ഓണാഘോഷം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതുവഴി രാഹുലിനെ ഒന്ന് ലോഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ? പക്ഷേ അത്തരം പരിപാടികളിലേക്ക് വരുമ്പോൾ അസ്വാരസ്യങ്ങൾ ഉണ്ടായാൽ ആ ആഘോഷങ്ങളാകപ്പാടെ ശോഭ കിടുന്ന അവസ്ഥയിലും ആവും. അപ്പോൾ അതിലൊരു റിസ്ക് ഉണ്ട്. അഭിലാഷ്, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ കോൺഗ്രസിലെ ഒരു സുഹൃത്തിനോട് സംസാരിച്ചപ്പോൾ ഓണം കഴിഞ്ഞിട്ട് രാഹുൽ വരാനാണ് സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കിയത്. അല്ലാതെ അതിനു മുൻപ് അല്ലെങ്കിൽ ഏതെങ്കിലും ഓണപരിപാടികൾക്ക് കൊണ്ട് ലോഞ്ച് ചെയ്യുക എന്നുള്ളത് നമ്മളോട് ആരും പറഞ്ഞിട്ടില്ല. ഓണം കഴിഞ്ഞിട്ടാണ് രാഹുൽ വരാൻ സാധ്യത എന്നുള്ള നിലയിലാണ് നിലവിലിപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ അല്ലെങ്കിൽ രാഹുലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരൊക്കെ പറയുന്നത്. കാരണം അഭിലാഷ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കുകയാണെങ്കിൽ അത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഓണം കഴിഞ്ഞിട്ട് രാഹുലിനെ കൊണ്ടുവരിക, ഓണം കഴിഞ്ഞിട്ട് എന്നുള്ളതായിരിക്കാം പ്ലാൻ. ഇപ്പോൾ